ഡാൻസ്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഐ ക്യാൻ വർക്ക്, എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ക്ലീൻ. എളുപ്പമല്ലേ? എനിക്ക് അത് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചാടാൻ പറ്റും. ഐ ക്യാൻ ജംപ്. എനിക്ക് ഓടാൻ പറ്റും. ഐ ക്യാൻ റൺ. എനിക്ക് പഠിക്കാൻ പറ്റും. ഐ ക്യാൻ സ്റ്റഡി. എനിക്കത് വാങ്ങിക്കാൻ പറ്റും. ഐ ക്യാൻ ബൈ. അപ്പോൾ എളുപ്പമായില്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഇപ്പുറത്ത് ഒരു സെറ്റ് വാക്കുകളും കൂടെ നമുക്ക് ചേർത്ത് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ അർത്ഥമുള്ള സെന്റൻസുകളായിട്ട് ഇത് മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വാക്കുകളൊന്ന് നോക്കിയേ. there എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ. സ്പൈസി ഫുഡ്, എരിവുള്ള ഭക്ഷണം. വെൽ എന്ന് പറഞ്ഞാൽ നന്നായി. 24x7 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 24 മണിക്കൂറും എത്ര നേരം വേണമെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ്. ആഴ്ചയിൽ 7 ദിവസമല്ലേ? 7 ദിവസവും 24 മണിക്കൂറും എന്നാണ് അർത്ഥം. ദി എൻറ്റയർ ഹൗസ് ഓൺ മൈ ഓൺ എന്ന് വെച്ചാൽ വീട് മുഴുവനും. എൻറ്റയർ എന്ന് പറഞ്ഞാൽ മുഴുവനും. ഓൺ മൈ ഓൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റും എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഈസിലി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പമായിട്ട്. ഓവർ ദ ഫെൻസ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി എന്നാണ് കേട്ടോ. അപ്പം ഓവർ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക്. 4 മൈൽസ് അല്ലെങ്കിൽ 4 കിലോമീറ്റേഴ്സ്, മൈലുകളോളം, കിലോമീറ്ററുകളോളം. ഡ്യൂറിങ് നൈറ്റ്, രാത്രി സമയത്ത്. ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ വളരെ വില കൂടിയ ഒരു വീട്. അതിനാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആഡംബര വസതി എന്ന് പറയില്ലേ, അതാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓരോ സെന്റൻസിന്റെയും കൂടെ ഇവനെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കും എന്ത് ഈസിയാന്ന്. അപ്പൊ there ചേർത്ത് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയാമേ. ഐ ക്യാൻ കം there. എനിക്ക് അവിടെ വരാൻ പറ്റും. ഐ ക്യാൻ ഈറ്റ് സ്പൈസി ഫുഡ്. എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റും. ഐ ക്യാൻ ഡാൻസ് വെൽ. എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ വർക്ക് 24x7 എന്ന് വെച്ചാൽ എനിക്ക് 24 മണിക്കൂറും എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ക്ലീൻ ദ എൻറ്റയർ ഹൗസ് ഓൺ മൈ ഓൺ. ഈ വീട് മുഴുവനും എനിക്ക് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ജംപ് ഓവർ ദ ഫെൻസ്. എനിക്ക് വേലിയുടെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റും. വേലി ചാടി എന്ന് പറയില്ലേ ചില ആൾക്കാർ, അർത്ഥമല്ല കേട്ടോ, അതൊരു ഇഡിയമാണ്. അത് മലയാളത്തിലെ ഒരു ശൈലിയാണ് കേട്ടോ. ഇവിടെ ഐ ക്യാൻ ജംപ് ഓവർ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ ആ മതില് അല്ലെങ്കിൽ ആ വേലിയുടെ പുറത്തേക്ക് എനിക്ക് ചാടാൻ പറ്റും എന്നാണ് അർത്ഥം. ഐ ക്യാൻ ബൈ എ ലക്ഷറി അപ്പാർട്ട്മെന്റ്. ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ്, ഒരു ആഡംബര വസതി വാങ്ങിക്കാൻ എനിക്ക് പറ്റും. ഇപ്പൊ എന്ത് ഈസിയാ നോക്കി. ഇനി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ആ കുഡ് എന്ന് പറയുന്ന ഭീകരനെ